ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. അതിൽ തെക്കൻ ലെബനൻ്റെ ഉൾപ്രദേശത്തേക്ക് കരസേന കടന്നിരിക്കുന്നു, സെൻസിറ്റീവ് ഇൻ്റലിജൻസ് കമാൻഡോകൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായി അതിൽ പറയുന്നത്. കാരണം ഈ തെക്കൻ പ്രദേശത്താണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അത് പിടിച്ചെടുക്കുക, ഒപ്പം തന്നെ അവിടേക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങളാക്കി ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് ആക്കി മാറ്റുക. അതായത് വലിയ രീതിയിലുള്ള ഒരു കരയുദ്ധം ഉടൻ ഉണ്ടാകില്ല എന്നൊരു സൂചനയും നൽകുന്നുണ്ട് US വൃത്തങ്ങൾ. ഒപ്പം തന്നെ ഈ വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഒഴിഞ്ഞുപോയ 60,000 പേരെ പുനരധിവസിപ്പിക്കുക എന്നൊരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തെക്കൻ ലെബനൻ്റെ അതിർത്തി കടന്ന് ഉള്ളിലേക്ക് ഒരു ചെറിയ ശതമാനം കരസേന കടന്നിരിക്കുന്നത്. എക്സ്റ്റിയോണി അലോയൺ ബ്രിഗേഡുകളാണ് ഇപ്പോൾ ഇവിടെ ഈ ലെബനൻ ഉള്ളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിൽ കമാൻഡോകളുടെ നുഴഞ്ഞുകയറ്റവും നടന്നിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് പറയുന്നു ഈ കരസേനയുടെ പ്രധാന ദൗത്യം ഈ അതിർത്തികളിലെല്ലാം തന്നെ ഹിസ്ബുള്ള അടക്കമുള്ള ഭീകര സംഘടന വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കളും മറ്റും കുഴിച്ചിട്ടുണ്ട്. അത് നീക്കം ചെയ്യുന്ന ഒരു കർത്തവ്യത്തിലേക്കാണ് അവർ കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു വലിയ രീതിയിലുള്ള ഗ്രൗണ്ട് ഓപ്പറേഷൻ ഏത് നിമിഷവും നടത്താൻ കഴിയുമെന്ന് ഇസ്രായേൽ സേന പറയുമ്പോഴും അത്ര വലിയ രീതിയിലേക്ക് നടത്തില്ല. പകരം ചെറിയ രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ഓപ്പറേഷൻ മാത്രം, അതായത് അതിർത്തി പ്രദേശങ്ങളിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിച്ച് ഇസ്രായേൽ സേനയുടെ അധീനതയിൽ കൊണ്ടുവരിക. ഒപ്പം തന്നെ അവിടെ ഹിസ്ബുള്ളയും മറ്റും കുഴിച്ചിട്ടിരിക്കുന്ന ഈ സ്ഫോടക ശേഖരങ്ങൾ നീക്കം ചെയ്യുക. തുടർന്ന് വടക്കൻ ഇസ്രായേൽ ഈ അവിടുന്ന് അഭയാർത്ഥികളായി മാറേണ്ടി വന്ന അല്ലെങ്കിൽ അവിടെ കുടിയൊഴിയേണ്ടി വന്ന 60,000 പേരെ പുനരധിവസിപ്പിക്കുക. ഈ ഒരു പദ്ധതിയായിരിക്കും മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഈ കമാൻഡോകൾ നുഴഞ്ഞു കയറിയത് ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ കണ്ടെത്താനും അവയെ പൂർണ്ണമായും നശിപ്പിക്കാനുമാണെന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ ഇസ്രായേലിൻ്റെ സേനാ മേധാവി പറഞ്ഞത് തങ്ങൾ ഹിസ്ബുള്ളയുമായി കരയുദ്ധം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള തങ്ങളുടെ ബ്രിഗേഡിയർ ആണ്. അത് പ്രത്യേകിച്ച് എക്സ്റ്റിയോണി അയോൺ എന്നൊക്കെ പറയുന്ന ബ്രിഗേഡുകൾ, സൈനിക യൂണിറ്റുകൾ ഹിസ്ബുള്ളയുമായി കരയുദ്ധം നടത്തിയ എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെയാണ്. അവരാണ് ഇപ്പോൾ അതിർത്തി കടന്ന് ലെബനനുള്ളിൽ എത്തിയിരിക്കുന്നത്. തുടർന്നാണ് ഈ കമാൻഡോ ഓപ്പറേഷന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.